ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3-ാം ക്ലാസ്സിലെ ഫിഖ് ആണെന്ന് പറയുന്നത്, അതായത് പാദവാർഷിക പരീക്ഷയിൽ 6 പാഠങ്ങളാണ് ഫിഖിൽ നിന്നും ഉണ്ടാകുക. അപ്പോൾ ഓരോ പാഠങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, അതിൻ്റെ ഉത്തരങ്ങളാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, എല്ലാവരും എല്ലാ പാഠവും നന്നായി വായിച്ച് പഠിക്കുക തന്നെ വേണം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പാഠം നിസ്കാരം എന്നാണ്. നിസ്കാരം എന്ന ഈ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം. ശാരീരിക ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ഒരു ചോദ്യം. എന്തായാലും ഒരു ഉത്തരം പറയാം, നിസ്കാരം എന്നാണ്. നമുക്കതിന് ഉത്തരം പറയാം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇസ്ലാം കാര്യങ്ങളിൽ എത്രാമത്തതാണ് നിസ്കാരം? രണ്ടാമത്തതാണ് നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ചിലപ്പോൾ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പിന്നെ പൂരിപ്പിക്കാൻ ചിലപ്പോൾ ഉണ്ടാവും, നിസ്കാരം ഡാഷ് തൂണാണ്. എന്താ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അതുപോലെ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ശരിയും തെറ്റും അടയാളപ്പെടുത്താം. അതിലും എന്തുണ്ട്? നിസ്കാരം ദീൻ തൂണാണ്. അപ്പോൾ എന്താണ്, അത് ശരിയാണല്ലോ അല്ലേ? അപ്പോൾ ശരിയിട്ട് കൊടുക്കുക. പിന്നെ നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? എന്താ മറുപടി പറയാം? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. അതിന് ഉത്തരം കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം എന്തായിരിക്കും? മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കടമയാണ് എന്ത്? രക്ഷിതാക്കളുടെ കടമയാണ് എന്ത്? അപ്പം എന്തതിന് എഴുതേണ്ടത്? 7 വയസ്സാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. നിസ്കാരം പിന്തിക്കാൻ പറ്റുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കും. എന്താ അതിന് മറുപടി പറയുക? അതൊക്കെ ഉറക്കം, മറവി, ഈ 2 കാരണങ്ങളാണ് നിസ്കാരം പിന്തിക്കാൻ പറ്റുന്നത്. കുറ്റക്കാരനാകാത്ത കാരണങ്ങൾ. അല്ലാത്ത എന്ത് കാരണങ്ങളുണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ എന്താ കുറ്റക്കാരനാകുന്നു. ചിലപ്പോൾ ഇത് പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഉറക്കം, കുളി, മറവി, ഇങ്ങനെ ചിലപ്പോൾ അതിന് ചോദിച്ചിട്ടുണ്ടാവും നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണങ്ങൾ. നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണങ്ങൾ എന്തൊക്കെ? അപ്പോൾ അത് ചിലപ്പോൾ ഉറക്കം, കുളി, മറവി. എന്തായിരിക്കും നിങ്ങൾ അതിന് ഉത്തരം ചെയ്യുക? അത് ആണ് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇതുപോലെ വേറെ ഉദാഹരണങ്ങൾ ചിലപ്പോൾ എന്താകാം കൊടുക്കാം. ഇനി പൂരിപ്പിക്കാണ്ടാകാം. ശാരീരിക ആരാധനകൾ ഡാഷ് നിസ്കാരം. അപ്പം എന്താ എഴുതുക? ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ഇതിന് അവസാനത്തുണ്ടോ? അസ്വലാത്തു ഇമാദുദ്ദീൻ, ഏറ്റവും അവസാനം ചുവപ്പ് നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും എല്ലാവരും ചെയ്യാൻ പഠിക്കുക. അസ്വലാത്തു ഇമാദുദ്ദീൻ, അതിൻ്റെ അർത്ഥം നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പിന്നെ ഒരു ചോദ്യം ഉണ്ടാകുക, എന്തായാലും നിസ്കാരിക്കേണ്ട സമയം അല്ലേ? എപ്പോഴാണ്? അവസാന സമയം, സമയത്തിന് ശേഷം ആദ്യ സമയം. എന്താണ് പഠിച്ചിരുന്നത്? ആദ്യ സമയത്താണ് നിസ്കരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പാഠത്തിൽ എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. വേണ്ട നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാണ് പാഠത്തിൻ്റെ പേര് അല്ലേ? ഒരു ചോദ്യം എന്തായിരിക്കാം? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാൽ എന്ത്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാൽ എന്ത്? എന്താ അതിന് മറുപടി പറയാം? നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അത് കൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. മറ്റൊരു ചോദ്യം എന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? അപ്പം എന്താ? 5 ആകുന്നു എന്ന് എഴുതി അല്ലേ? പിന്നെ ഈ 5 ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ 5 ഷർത്തുകൾ എല്ലാവരും നന്നായി പഠിക്കണം. ചിലപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഖിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഡാഷ്. എന്താ നിങ്ങൾ എഴുതുക? അതെ, നിസ്കാരത്തിൻ്റെ ഷർത്താണെന്നല്ലേ? ചിലപ്പോൾ ഇത് അതിന് പകരം ചിലപ്പോൾ നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഡാഷ് ഉണ്ടാവും. എന്തായിരിക്കും? നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. പിന്നെ 3-ാമത്തെ ഷർത്ത് എന്താ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതുപോലൊക്കെ പല നിലക്കും ചോദിക്കാം. അപ്പോൾ എല്ലാവരും നന്നായി ഈ പാഠം വായിച്ച് പഠിക്കുക. ഈ 3-ാമത്തെ പാഠം എല്ലാവരും ശ്രദ്ധിക്കുക. 3-ാമത്തെ പാഠം അതിൽ ശുദ്ധിയാവൽ. 3-ാമത്തെ പാഠത്തിൻ്റെ പേര് ശുദ്ധിയാവൽ. ഈ പാഠത്തിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരും നോക്കാം. ഒന്ന്, ശുദ്ധി എത്ര വിധമുണ്ട്? ശുദ്ധി എത്ര വിധമുണ്ട്? എത്ര ഉണ്ട്? 2 വിധമുണ്ട്. ഇനി എന്താ? ഏതൊക്കെയെന്ന് ചോദിക്കാം അല്ലേ? അപ്പം എന്ത് ചെയ്താൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക അല്ലേ? ശുദ്ധി 2 വിധമുണ്ട് അല്ലേ? ഏതൊക്കെ? അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഇനി മറ്റൊരു ചോദ്യം എന്താ? അശുദ്ധി എത്ര അല്ലേ? അപ്പോൾ ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി.
ഇനി വേറൊരു ചോദ്യം എങ്ങനെ ഉണ്ടാകാം? എന്താണ് ചെറിയ അശുദ്ധി? എന്താണ് ചെറിയ അശുദ്ധി? ഇനി ചെറിയ അശുദ്ധി എന്നാൽ എന്ത്? അപ്പൊ എന്താ പറയാ? വുളു ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. വുളു ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. ഇനി മറ്റൊരു ചോദ്യം എങ്ങനെ ഉണ്ടാകാം? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യാം? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്താ അതിന്റെ ഉത്തരം? വുളു ചെയ്യണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളു ചെയ്യണം. ഇനി വലിയ അശുദ്ധി എന്നാൽ എന്ത്? അടുത്ത ചോദ്യം എന്താ? വലിയ അശുദ്ധി എന്നാൽ എന്ത്? അപ്പൊ എന്താ പറയാ? കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. ഇനി മറ്റൊരു ചോദ്യം എന്താ? വലിയ അശുദ്ധിനെ ശുദ്ധിയാകാൻ എന്താ ചെയ്യേണ്ടത്? ഉത്തരം എന്തായിരിക്കും? കുളിക്കണം. വലിയ അശുദ്ധിനെ ശുദ്ധിയാവാൻ കുളിക്കണം. ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും? നിസ്കാരത്തിന് മുമ്പ് ഏതൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം? എന്തൊക്കെയാണ് വേണ്ടത്? അതെ, നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം. ഈ 3 കാര്യങ്ങളും നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം എന്നാണ്. ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും? നജസുകൾ അതിൽ നിന്ന് രണ്ട് നജസിന്റെ പേര് അല്ലെങ്കിൽ 4 നജസിന്റെ പേര് ഉണ്ടാകും. ഇതിൽ കുറെ കൊടുത്തിട്ടുണ്ട്. മലം, മൂത്രം, രക്തം, ജലം, ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകം, നായ, പന്നി, ശവം. ഇതൊക്കെ എന്താണ്? നജസുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്രയാണോ ചോദിച്ചത് അത്രയും എഴുതുക. ഇനി നജസ് അല്ലാത്ത ശവങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അപ്പം എന്ത് എഴുതുക? ഓക്കെ, മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവം നജസല്ല. അപ്പം നജസല്ലാത്ത വസ്തു ചിലപ്പോൾ വേറെ രൂപത്തിലുണ്ടാവും. എന്താവും? ശരി തെറ്റ് അടയാളപ്പെടുത്താണ്ടാവും. അതിലെന്ത് കൊടുക്കും? മനുഷ്യന്റെ ശരീരം നജസാണ്. അപ്പം എന്താ കൊടുക്കുക? തെറ്റാണ്. മനുഷ്യന്റെ ശരീരം എന്തല്ല? ശവം അല്ലെങ്കിൽ മത്സ്യത്തിന്റെ ശവം നജസ് അല്ല. ഇനി വേറൊരു ചോദ്യം എന്തായിരിക്കും? നജസുകളുടെ ഏതൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് വരെ കഴുകണം? അതെ, നിറം, മണം, രുചി. 3 കാര്യങ്ങൾ അല്ലേ? അപ്പം നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഇനി നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ എത്ര തവണ കഴുകണം? അപ്പോൾ എന്താ പറയുക? 7 തവണ കഴുകണം. നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ 7 തവണ കഴുകണം. ഈ 4ാമത്തെ പാഠം, അതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. വുളുഇന്റെ ഷർത്തുകൾ എന്നാണ് പാഠത്തിന്റെ പേര് അല്ലേ? വുളുവിന്റെ ഷർത്തുകൾ എന്ന് പറയുന്നു എന്തിന്? അപ്പോൾ എന്താ പറയുക? വുളു ശരിയാവാൻ ചില നിബന്ധനകൾ, അവർക്ക് വുളുവിന്റെ ഷർത്തുകൾ എന്നാണ് പറയുക. അപ്പോൾ വുളുവിന്റെ ഷർത്തുകൾ എത്രയുണ്ടെന്ന് വെച്ചാൽ എന്താ പറയുക? 5. അതുകൊണ്ട് 5 ആകുന്നു. നിസ്കാരത്തിന്റെ ഷർത്തുകളും വുളുവിന്റെ ഷർത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ കഴിഞ്ഞ പരീക്ഷയിൽ യോജിച്ചത് ചേർക്കാമെന്ന് ഉണ്ടായിരുന്നു. അതിൽ വുളുവിന്റെ ഷർത്ത് ആണ് നമുക്ക് വേണ്ടി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുകളിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വെള്ളം തുഹൂറായിരിക്കുക, ഖിബലക്ക് മുന്നിടുക, ഇങ്ങനെ കുറേ അല്ലേ? അപ്പോൾ വുളുവിന്റെ ഷർത്തുകളും നിസ്കാരത്തിന്റെ ഷർത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ വുളുവിന്റെ ഷർത്തുകൾ 5 ഉണ്ട് എന്നാണ് അല്ലേ? ഏതൊക്കെ? 1, വെള്ളം തുഹൂറായിരിക്കുക. 2, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. 3, വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4, വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5, നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക. ഇത് ശരിക്കും എന്ത് ചെയ്യണം? പഠിക്കണം എല്ലാവരും കേട്ടോ. ഈ തുഹൂറായ വെള്ളം എന്നാൽ എന്ത്? ചോദ്യം ഉണ്ടാകാം. തുഹൂറായ വെള്ളം എന്നാൽ എന്ത്? അപ്പം എന്താ അത് ഉത്തരം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തുഹൂറായ വെള്ളം. അപ്പോൾ ഇനി വേറൊരു ചോദ്യം ഉണ്ടാവും. നജസിനെ നീക്കാനും അതുപോലെ അശുദ്ധിയെ ഉയർത്താനും ഏത് വെള്ളമാണ് ഉപയോഗിക്കുക? അപ്പം എന്താ പറയുക? തുഹൂറായ വെള്ളം ഉപയോഗിക്കണം എന്നാണ്. പിന്നെ ഇതിൽ നിന്ന് തന്നെ ശരിക്ക് നേരെ ശരിയും അതുപോലെ തെറ്റും അടയാളപ്പെടുത്താനുണ്ടാകും. ഇവിടെ എങ്ങനെ ചോദിക്കാം? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം നനച്ചാൽ മാത്രം മതി. അപ്പോൾ ശരിയാകുമോ? അത് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ തെറ്റിയെന്ന് കൊടുക്കണം. പിന്നെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിരുന്നത് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ 2 ഇതുണ്ടായിരുന്നു. ഇതിൽ കുറേ കൊടുത്തില്ല. പശ ഉണ്ട്, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്യം മേലാഞ്ചി. 3 ഉദാഹരണം കൊടുത്തത്. നമുക്ക് എന്ത് ചെയ്യാം? പശ, ഉറച്ച എണ്ണ എന്നൊക്കെ എഴുതാം. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിരുന്നത് ശരിയും തെറ്റും അടയാളപ്പെടുത്തുക എന്നതിൽ മൂത്രവാർച്ചക്കാർ നിത്യ അശുദ്ധിയുള്ളവരാണ്. മൂത്രവാർച്ചക്കാർ നിത്യ അശുദ്ധിയുള്ളവരാണ്. അപ്പോൾ എന്താണത്? ശരിയാണ്. മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധിയുള്ളവർ ഫർദ് നിസ്കാരങ്ങൾ സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ സമയം ആയ ശേഷം മാത്രമേ വുളു ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഇതിൽ മൂത്രവാർച്ച എന്താണ്? നിത്യാശുദ്ധിയുടെ അടയാളമാണ്. നിത്യാശുദ്ധിയുള്ളവരാണ് ആര്? മൂത്രവാർച്ചക്കാർ. പിന്നെ അതുപോലെ തന്നെ ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നതിൽ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് ചെറിയ അശുദ്ധി. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് ചെറിയ അശുദ്ധി എന്ന്. അത് ശരിയാണോ തെറ്റാണോ? അല്ല, തെറ്റാണ്. കുളി നിർബന്ധമാകുന്ന അവസ്ഥയ്ക്ക് എന്താ പറയുക? വലിയ അശുദ്ധി എന്നാണ് പറയുക. തുഹൂറായ വെള്ളത്തിന് ഉദാഹരണം
എഴുതാണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടാകും? തുഹൂറായ വെള്ളം എന്തൊക്കെ? അത് കിണർ വെള്ളം, പുഴ വെള്ളം, കടൽ വെള്ളം, ഇതൊക്കെ എന്താണ്? തുഹൂറായ വെള്ളമാണ്. അതായത് ഉദു എടുക്കാൻ പറ്റുന്നൊക്കെ വെള്ളമാണെന്ന് പറഞ്ഞത്. തുഹൂറല്ലാത്ത വെള്ളത്തിന് ഉദാഹരണം ചോദിച്ചാൽ എന്ത് എഴുതാം? അതെ, കഞ്ഞിവെള്ളം, ചായ തുടങ്ങിയ വെള്ളങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്ന ചോദ്യമാണ് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? ഏതൊക്കെ അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കണം? അതെ, ഒന്ന് മുഖം, മറ്റൊന്ന് 2 കൈകൾ, പിന്നെ കാല്. ഈ അവയവങ്ങൾ എന്ത് ചെയ്യും? വെള്ളം ഒലിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പം വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങളാണ് ഇത്. മുഖം, 2 കൈ, കാല്. പിന്നെ ഇതുപോലെ അല്ലെ ഉദുവിൻ്റെ 3ാമത്തെ ഷർത്ത് അല്ലെങ്കിൽ 2ാമത്തെ ഷർത്ത് 1ാമത്തെ ഷർത്ത് നിങ്ങൾക്ക് എന്താകാം ചോദിക്കുക. അപ്പം എന്ത് ചെയ്യും? അത് ആ ഓർഡറിൽ തന്നെ എല്ലാവരും പഠിക്കുക. പിന്നെ ചോദിച്ചൊരു ചോദ്യം, നിത്യ അശുദ്ധിക്കാർ സമയം ആയ ശേഷം മാത്രം ഉദു ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവ? ഏതൊക്കെ? നിത്യ അശുദ്ധിക്കാർ സമയം ആയ ശേഷം നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ, ഉദു ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവ? ഒന്ന് ഫർദ് നിസ്കാരങ്ങൾ. ഒന്നെന്താണ്? ഫർദ് നിസ്കാരങ്ങൾ. മറ്റൊന്ന് സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. ഏതൊക്കെ? ഒന്ന് ഫർദ് നിസ്കാരങ്ങൾ, മറ്റൊന്ന് സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. ഈ 2 നിസ്കാരങ്ങളാണ് എന്ത്? സമയം ആയ ശേഷം മാത്രം ഉദു ചെയ്യേണ്ട നിസ്കാരം. ആർക്ക്? നിത്യാശുദ്ധി ഉള്ള ആളുകൾക്ക്. ഇനി 5ാമത്തെ പാഠം ഉദുവിൻ്റെ ഫർളുകൾ എന്നാണ്. ഈ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഉദുവിൻ്റെ ഫർളുകൾ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഉദുവിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഉദുവിൻ്റെ ഫർളുകൾ. എത്ര എണ്ണമുണ്ട് ഉദുവിൻ്റെ ഫർളുകൾ? എത്ര എന്ന് ചോദിച്ചാൽ എത്ര? 6 എന്ന് എഴുതണം കേട്ടോ. ഷർത്തും ഫർദും നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് മാറരുത്. ഉദുവിൻ്റെ ഷർത്ത്, ഉദുവിൻ്റെ ഫർദ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഉദുവിൻ്റെ ഷർത്തുകൾ 5ഉം ഉദുവിൻ്റെ ഫർളുകൾ 6ഉം ആണ് കേട്ടോ. ഒന്നാമത്തെ ഈ ഓർഡർ തന്നെ എല്ലാവരും പഠിക്കണം. 1 നിയ്യത്ത് ചെയ്യുക, 2ാമത്തേത് മുഖം കഴുകുക, 3 2 കൈയും മുട്ടോട് കൂടി കഴുകുക, 4 തലയിൽ നിന്ന് അല്പം തടവുക, 5 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 ഇവയെല്ലാം വഴിക്ക് ഒഴിയാ ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഈ ഓർഡർ തന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഡിസോർഡറിൽ തരും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? മുഖം കഴുകിയതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ശരിയോ തെറ്റോ രേഖപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ശരിയാക്കി എഴുതുക എന്ന് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശരിയായിക്കൊണ്ട്. അപ്പോൾ എന്താ? നിയ്യത്ത് ചെയ്തതിന് ശേഷമാണ് മുഖം കഴുകേണ്ടതെന്നാണ്. പിന്നെ ഇവിടെ 2 കൈ മുട്ടോട് കൂടി കഴുകുക എന്നാണ് അതെ നിർബന്ധമായത് പറഞ്ഞത്. അവിടെ എന്ത് ചെയ്യാം? മുൻകൈ 2 മുൻകൈയും കഴുകിയാലും മതി. അപ്പോൾ തെറ്റല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 2 കൈയും മുട്ടോട് കൂടി കഴുകണം എന്നാണ്. ഇതുപോലെ അല്ലെങ്കിൽ ഉദുവിൻ്റെ 2ാമത്തെ ഫർളാണ് 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? അത് തെറ്റാണ്. ശരിയാക്കിക്കൊണ്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഈ 6 ഫർളുകളും ഓർഡറിൽ തന്നെ എല്ലാവരും നന്നായി പഠിക്കുക. 6ാമത്തെ പാഠം ഉദുവിൻ്റെ സുന്നത്തുകൾ എന്നാണ്. ഇതിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നോക്കാം. 1 സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഉദു ആവുകയുള്ളൂ അല്ലേ? ഇത് പൂരിപ്പിക്കാനുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ ആവുകയുള്ളൂ. എന്തിപ്പോൾ പൂർണ്ണമായ ഉദു ആവുകയുള്ളൂ. പിന്നെ ചേരുമ്പടി ചേർക്കാനോ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനൊക്കെ ഉണ്ടാവും. അതിലെന്ത് ചെയ്യും? ഖിബിലക്ക് മുന്നിടുക. അപ്പോൾ അപ്പുറത്ത് ഉദുവിൻ്റെ സുന്നത്തുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? ഉദുവിൻ്റെ സുന്നത്തുകൾ അതിന് നേരെ അടയാളപ്പെടുത്തണം. അപ്പോൾ ഈ ഉദുവിൻ്റെ സുന്നത്തുകളൊക്കെ ശരിയായിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും പഠിക്കുക. പിന്നെ ഉദുവിൻ്റെ സുന്നത്തുകൾ നിന്ന് കുറച്ച് എഴുതണം. ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 4 ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഖിബിലക്ക് മുന്നിടുക. പിന്നെ 2 മുൻകൈ 2ഉം കഴുകുക, അഊദ് ഓതുക, ബിസ്മി ഓതുക, മിസ്വാക്ക് ചെയ്യുക. ഇതൊക്കെ എന്ത് ചെയ്യാം? ഉദുവിൻ്റെ സുന്നത്തുകൾ കൂട്ടത്തിൽപ്പെട്ട് അതൊക്കെ എഴുതാം. പിന്നെ പൂരിപ്പിക്കാണ്ടാവാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹി ലദി ജഅല തഹൂറ. അല്ലെങ്കിൽ ഇത് ഡിസോർഡറിൽ തരും. അത് നിങ്ങൾ എന്ത് ചെയ്യും? ഓർഡറിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഓർഡറിൽ എല്ലാവരും പഠിക്കുക. പിന്നെ ഈ പേജിൽ നിന്നുണ്ട് ഉദുവിൻ്റെ സുന്നത്തുകൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും നന്നായി വായിച്ച് പഠിക്കുക. പിന്നെ ഈ ഉദുവിന് ശേഷം 2 കൈയും കണ്ണും ഉയർത്തി ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ദുആ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും പഠിക്കുക. ഇതും ചിലപ്പോൾ പൂരിപ്പിക്കാനുണ്ടാകും. അല്ലാഹു എല്ലാവരെയും വിജയിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.